Hi guys. ഈ വീഡിയോയിൽ നമ്മൾ മെഷ് അനാലിസിസ് യൂസിങ് ഡിപ്പെൻഡൻറ്റ് സോഴ്സസിൻ്റെ എക്സാമ്പിൾസ് ആണ് കാണാൻ പോകുന്നത്. ഓക്കെ, അതിൻ്റെ മെഷ് ഇക്വേഷൻസ് എഴുതുന്ന എക്സാമ്പിൾസ്. ഓക്കെ, സോ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ നമുക്ക് കാണാം ഒരു 2ix ഉണ്ട്. ഓക്കെ, 2ix. ഓക്കെ, ആൻഡ് ix എന്ന് പറയുന്നത് എന്താണ്? ഇവിടെയുള്ള വാല്യൂ ആണ്. ഓക്കെ, ദിസ് ഈസ് എ വോൾട്ടേജ് സോഴ്സ് ആൻഡ് കറണ്ട് കൺട്രോൾഡ് വോൾട്ടേജ് സോഴ്സ് ആണ്. സോ കറണ്ട് എന്ന് പറയുന്നത് എവിടെയുണ്ട്? ഇവിടെയുണ്ട്, ix. ഓക്കെ, സോ എപ്പോഴും നമുക്കൊരു കൺട്രോൾഡ് ഡിപ്പെൻഡൻറ്റ് സോഴ്സ് വരുവാണെങ്കിൽ അതിനകത്തെ വോൾട്ടേജോ കറണ്ടോ വേറെ എവിടെയെങ്കിലും ഡിനോട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. സോ ദിസ് ഈസ് എ കറണ്ട് കൺട്രോൾഡ് വോൾട്ടേജ് സോഴ്സ് ആൻഡ് ദ കറണ്ട് ഈസ് ix വിച്ച് ഈസ് കൺട്രോളിങ് ദിസ് വോൾട്ടേജ് സോഴ്സ്. സോ ix എന്ന് പറയുന്നത് ഇവിടെ തന്നിട്ടുണ്ട്. ആൻഡ് ദർ ഈസ് അനദർ വോൾട്ടേജ് സോഴ്സ്, കറണ്ട് കൺട്രോൾ വോൾട്ടേജ് സോഴ്സ് iy. ഓക്കെ, സോ ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ ഇത് രണ്ടും ഡിഫൈൻ ചെയ്തിട്ടുണ്ടോ? കറണ്ടോ വോൾട്ടേജോ ആ തന്നിരിക്കുന്നതിനകത്ത് ഡിഫൈൻ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കണം. നമുക്ക് എവിടെയെങ്കിലും ഇഷ്ടത്തിന് എടുക്കാൻ പറ്റത്തില്ല, അവർ തരണം ക്വസ്റ്റ്യനിൽ. ഓക്കെ, സോ ഇതിനകത്ത് ഫസ്റ്റ് ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മൾ മെഷ് അനാലിസിസിൽ ചെയ്യുന്ന എന്താണ്? മെഷ് ഐഡൻറ്റിഫൈ ചെയ്ത് കറണ്ട് ഡയറക്ഷൻസ് കൊടുക്കുക. സോ ഞാനിവിടെ കറണ്ട് ഡയറക്ഷൻസ് കൊടുക്കുകയാണ്. i1 i2. ഓക്കെ, i1ഉം i2ഉം എൻ്റെ കറൻസ് ആണ്. ഓക്കെ, സോ നമ്മൾ ക്ലോക്ക് വൈസ് കറൻസ് കൊടുത്തു. ഇനി നെക്സ്റ്റ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നെക്സ്റ്റ് ചെയ്യേണ്ടത് നമ്മൾക്ക് ഈ തന്നിരിക്കുന്ന കറണ്ടിനെയോ വോൾട്ടേജിനെയോ ഡിഫൈൻ ചെയ്യുവാണ്. ഓക്കെ, ദാറ്റ് ഈസ് ഇവിടെ ഏതൊക്കെ കറണ്ട് തന്നിട്ടുണ്ട്? iy-യും തന്നിട്ടുണ്ട്, ixും തന്നിട്ടുണ്ട്. ഓക്കെ, iy എന്ന് പറയുന്ന ഇലം വഴി പോകുന്ന കറണ്ടാണ്. ഇലം വഴി പോകുന്ന കറണ്ട് ഏതാണ്? i1 ആണ്. സോ വി ക്യാൻ ടെൽ iy ഈസ് ഈക്വൽ ടു i1. ഓക്കെ, iy എന്ന് പറയുന്നത് i1-ന് ഈക്വലൻ്റ് ആണ്. ആൻഡ് ix എന്ന് പറയുന്നത് താഴേക്കാണ്, ഇൻ ദ ഡയറക്ഷൻ ഓഫ് i1 ആൻഡ് ഓപ്പോസിറ്റ് ടു i2. അപ്പം എന്താണ്? ix എന്ന് പറയുന്നത് ഈക്വൽ ടു i1 മൈനസ് i2. ഓക്കെ, സോ ഡിഫൈനിങ് ദ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ, അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, ഇവിടെ vx ആണെങ്കിൽ vxനെ ഡിഫൈൻ ചെയ്യുക. ഓക്കെ, vy ആണെങ്കിൽ vyയെ ഡിഫൈൻ ചെയ്യുക. സോ തന്നിരിക്കുന്നത് ഏത് ഡിപ്പെൻഡൻറ്റ് സോഴ്സിൻ്റെ വേരിയബിൾ ആണോ അതിനെ ഡിഫൈൻ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, സോ ഇവിടെ ix ആണ്. ix എന്ന് പറയുന്നത് എന്താണ്? ഇതിലം വഴി പോകുന്ന കറണ്ടായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ്? ഇലം വഴി ഏതൊക്കെ കറണ്ട് പോകുന്നുണ്ട്? i1ഉം പോകുന്നുണ്ട്, i2ഉം പോകുന്നുണ്ട്. ix ഈസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് അസ്യൂംഡ് i1 ആൻഡ് ഓപ്പോസിറ്റ് ടു i2. സോ i1 മൈനസ് i2 ആണ് ix. ആൻഡ് iy എന്ന് പറയുന്നത് ഇതിലം വഴി പോകുന്ന കറണ്ടാണ്, ദാറ്റ് ഈസ് i1 ഇറ്റ്സെൽഫ്. സോ iy ഈസ് ഈക്വൽ ടു i1. ഓക്കെ, രണ്ടും ഡിഫൈൻ ചെയ്യുക. എന്നിട്ട് നമുക്ക് KVL അപ്ലൈ ചെയ്യാം. എന്താണ്? അപ്ലൈയിങ് KVL ടു മെഷ് 1. മെഷ് 1-ൽ KVL അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഇവിടെ എഴുതാം, അപ്ലൈയിങ് KVL ടു മെഷ് 1. മെഷ് 1-ൽ KVL അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യുമ്പോൾ പ്ലസിൽ നിന്ന് മൈനസിലേക്കാണ്. ദെയർഫോർ എന്താണ്? -5 വോൾട്ട്. ഓക്കെ, പ്ലസിൽ നിന്ന് മൈനസിലേക്ക് പോകുമ്പോൾ -5 വോൾട്ട് മൈനസ് 5i1. ഓക്കെ, ആൻഡ് ദിസ് ഈസ് എ വോൾട്ടേജ് സോഴ്സ്. പ്ലസിൽ നിന്ന് മൈനസിലേക്കാണ്. ദെയർഫോർ 2i1 2ix. ഓക്കെ, മൈനസ് 4i1
ഓക്കെ, റെസിസ്റ്ററിൻ്റെ -4i1 മൈനസ് 1 ഇൻറ്റു i1 മൈനസ് i2. കാരണം എന്താണ്, നമ്മൾക്കറിയാം നമ്മൾ ഫസ്റ്റ് മെഷാണ് എടുക്കുന്നത്, അതുകൊണ്ട്. ആൻഡ് മൈനസിൽ നിന്ന് പ്ലസ്സിലേക്കാകുമ്പോൾ +2iy ഈക്വൽ ടു 0. ഓക്കെ, സോ ഇങ്ങനെയാണ് എടുക്കുന്നത്. ഇത് വോൾട്ടേജ് സോഴ്സാണ്. സോ നമ്മൾ വോൾട്ടേജ് സോഴ്സിൻ്റെ എന്താണോ റൂൾ അത് തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത്. പ്ലസ്സിൽ നിന്ന് മൈനസിലേക്ക് പോയാൽ നെഗറ്റീവായിട്ട് എടുക്കും. ഇവിടെ പ്ലസ്സിൽ നിന്ന് മൈനസിലേക്കാണ്, സോ -2ix. ഇവിടെ മൈനസിൽ നിന്ന് പ്ലസ്സിലേക്കാണ്, സോ +2iy. ഓക്കെ, സോ ദിസ് ഈസ് ഈക്വൽ ടു -5 -5i1, ഓക്കെ, -2 ix എന്ന് പറഞ്ഞാൽ എന്താണ്, i1 മൈനസ് i2, -4i1 മൈനസ് i1 മൈനസ് i2 +2i1 is equal to 0. ഓക്കെ, സോ ixനും iyക്കും ഞാൻ ഈ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. ഓക്കെ, ഇനി നമുക്ക് എഴുതുവാണെങ്കിൽ i1 എന്ന് പറഞ്ഞാൽ -5i1 -2i1 -4i1 -i1 -2i1. Okay, that is -10i1. Okay, i2 1i2 plus 3i2 is equal to 5. Okay, that's it. Okay, so -10i1 plus 3i2 is equal to 5. That is our first equation. So applying the KVL for mesh 2. Mesh 2 ഞാൻ എഴുതുവാണെങ്കിൽ ഇവിടെ നിന്ന് തുടങ്ങാം. -2i2 പ്ലസിൽ നിന്ന് മൈനസിലേക്കാകുമ്പോൾ -10. ഓക്കെ, ഇവിടെ പ്ലസിൽ നിന്ന് മൈനസിലേക്കാണ്, സോ -2iy minus 1 into i2 minus i1 is equal to 0. Okay, that is -2i2 minus 10 minus 2 i1 minus i2 minus i2 minus i1 is equal to 0. Okay, that is minus i1, okay, -2 plus 1, and i2 എന്ന് പറയുന്നത് -2 -4 -2 plus 2 and okay minus i2, that is -3i2. is equal to 10. Okay, so that is the second equation. Okay, ഞാൻ ഒരു തെറ്റ് കാണിച്ചു. ഇവിടെ iy എന്ന് പറഞ്ഞാൽ i1 ഉള്ളൂ, സോ ഞാൻ i1 മൈനസ് ix ആണ് ആഡ് ചെയ്തത്, അതാണ് എൻ്റെ പ്രശ്നം. ഓക്കെ, സോ -2i1 plus 1i1, so -i1 and -2 -1 -3i2 is equal to 10. Okay, that is our second equation. So ഇവിടെ രണ്ട് മെഷേ ഉള്ളൂ, രണ്ട് ഇക്വേഷൻ നമുക്ക് കിട്ടി, and we can solve the equation for the required answer. Okay, ആൻസർ ക്വസ്റ്റ്യൻ ഒന്നും ഞാൻ പറഞ്ഞില്ല, നമ്മൾ എങ്ങനെ KVL മെഷിൽ അപ്ലൈ ചെയ്യുന്നു എന്ന് മാത്രമേ നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ കണ്ടുള്ളൂ. ഓക്കെ, ആൻഡ് ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇസ് ദിസ് വൺ. എന്താണ് 30 വോൾട്ട് 16.67. ഓക്കെ, സോ നമ്മൾ ആദ്യം എന്താണ്, നമുക്കിവിടെ ഒരു വോൾട്ടേജ് കൺട്രോൾ വോൾട്ടേജ് സോഴ്സ് ആണ്, ആൻഡ് ദിസ് വോൾട്ടേജ് ഇസ് ഡിഫൈൻഡ് ഹിയർ. ഓക്കെ, സോ എന്താണ് മെഷ് ഏതൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. സോ ദിസ് ഇസ് വൺ മെഷ് i1, ദിസ് ഇസ് വൺ i2,
and here is one I3. Okay, so meshes ഞാൻ ഐഡൻറ്റിഫൈ ചെയ്തു. ഇനി നമുക്ക് എന്താണ് ആദ്യം ചെയ്യുന്നത്? ഡിഫൈനിങ് ദ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആണ്. ഓക്കെ, സ്റ്റെപ്പ് 1 ഡിഫൈൻ ദ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. സോ ഇവിടെ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്താണ്? വി എക്സ്. വി എക്സ് എന്ന് പറയുന്നത് ഇതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദാറ്റ് ഈസ് 16.67 റെസിസ്റ്റൻസ് ഇൻറ്റു കറണ്ട് ആണ്. സോ I1. ഓക്കെ, അതിലും വേണ്ടി ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഏതാണ്? I1. സോ വി എക്സ് ഇസ് ഈക്വൽ ടു 16.67 ഇൻറ്റു I1. ഓക്കെ, സോ വി ഡിഫൈൻ ദ വോൾട്ടേജ്. ഇനി എന്താണ്? മെഷ് ഇക്വേഷൻസ് എഴുതുക. ഓക്കെ, KVL ഫോർ മെഷ് 1 എഴുതുവാണെങ്കിൽ എന്ത് എഴുതാം? പ്ലസിൽ നിന്ന് മൈനസിലേക്ക്. സോ -30 minus 16.67 I1 minus 33.33 I1 minus I3 minus 25 I1 minus I2 minus 10 is equal to 0. Okay, so LY that is equal to minus 30 minus 10 എന്ന് പറയുമ്പോൾ minus 40 വരും. That is equal to 40 എന്ന് ഞാൻ എഴുതുവാണ്. ഓക്കെ, minus 30 minus 10 equal to ൻ്റെ അപ്പുറത്തേക്ക് പോയി. ഓക്കെ, minus 16.67 I1 minus 16.67 I1 minus 33.33 I1 plus 33.33 I3 minus 25 I1 plus 25 I2 is equal to 40. Okay, so ഇത് ആഡ് അപ്പ് ചെയ്യുമ്പം നമുക്ക് -75 I1 plus 25 I2, okay, and plus 33.33 I3 എന്ന് കിട്ടും. So equal to 40. So this is the first equation. Okay, ഇനി മെഷ് 2ൽ KVL അപ്ലൈ ചെയ്യുമ്പം എന്ത് കിട്ടും? മൈനസിൽ നിന്ന് പ്ലസിലേക്ക്. സോ 10 minus 25 I2 minus I1, and this 2Vx is from minus to plus, so plus 2Vx is equal to 0. Okay, that is 10 minus 25 I2 plus 25 I1 plus 2 into 16.67 I1 is equal to 0. Okay, so I1 എന്ന് പറയുമ്പോൾ 25 പ്ലസ് ഇതാണ് വരുന്നത്. That is 58.34 I1 minus 25 I2 is equal to minus 10. Okay, and mesh 3. മെഷ് 3ൽ വരുമ്പം നമ്മൾ പറഞ്ഞു ഒരു കറണ്ട് സോഴ്സ് വരുവാണെങ്കിൽ അവിടുത്തെ കറണ്ട് എന്ന് പറയുന്നത് അത് തന്നെയായിരിക്കും. therefore നമുക്ക് എഴുതാം I3 is equal to 0.45 ആംപിയർ. ഓക്കെ, ദെൻ ഇവിടെ കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഇത് I1ൻ്റെയും I2ൻ്റെയും ടേംസിൽ മാത്രമായിട്ട് എഴുതാം. ഓക്കെ, സോ ഞാൻ ആ പ്രോസസ്സിലേക്ക് കടക്കുന്നില്ല. സോ കറണ്ട് സോഴ്സ് വരുവാണെങ്കിൽ അതിന് ഡയറക്റ്റ് ആയിട്ട് ആ വാല്യൂ എഴുതുക. ആൻഡ് വോൾട്ടേജ് സോഴ്സ് വരുവാണെങ്കിൽ ഇതുപോലെ ഡിപ്പെൻഡൻറ്റ് വോൾട്ടേജ് സോഴ്സ് വരുവാണെങ്കിൽ അതിൻ്റെ ഏതാണ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ്. കറണ്ട് ആണെങ്കിൽ വോൾട്ടേജ് ബൈ റെസിസ്റ്റൻസ്. ഓക്കെ, അത് എങ്ങനെയാണോ തന്നിരിക്കുന്നത് അതിനനുസരിച്ച് നമ്മൾ ഡിഫൈൻ ചെയ്യുക, അതാണ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ,
നമുക്കിനി കുറച്ച് എക്സാമ്പിൾസ് നമ്മൾ കെ വി എല്ലിൻ്റെ ഫുൾ സൊല്യൂഷൻസ് ചെയ്യുമ്പോൾ 2-3 എക്സാമ്പിൾസും കൂടെ കിട്ടും. സോ അങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഇത് തന്നെയാണ് തെവെനിൻസ്, നോർട്ടൺസ്, സൂപ്പർ പൊസിഷന് എല്ലാം ചെയ്യുമ്പോൾ ഡിപ്പെൻഡൻറ്റിൻ്റെ കുറേ കൂടെ വരും. ഓക്കെ, അതിനകത്തെല്ലാം നമ്മൾ ഈ കെ വി എൽ, കെ സി എൽ, നോഡൽ അനാലിസിസോ അല്ലെങ്കിൽ കെ വി എൽ ഇക്വേഷൻസോ ആണ് എഴുതുന്നത്. സോ നമുക്കതെല്ലാം അപ്പം കുറേ പ്രോബ്ലംസിൽ നമ്മൾ ഈ മെഷ് ഇക്വേഷൻസ് തന്നെ എഴുതും. അപ്പം നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഓക്കെ, ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി നെക്സ്റ്റ് ടോപ്പിക്ക് നമുക്ക് ഒരു ടോപ്പിക്കും കൂടെ ഉണ്ട്, സൂപ്പർ മെഷ് അനാലിസിസ്. ഓക്കെ, സൂപ്പർ മെഷ് അനാലിസിസ് വരുമ്പം എന്താണ് ഈ മെഷ് ഇക്വേഷൻസിൽ വരുന്ന വ്യത്യാസം, അതാണ് ഞാൻ നെക്സ്റ്റ് വീഡിയോ ചെയ്യുന്നത്. ഓക്കെ ഗൈസ്, ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഇത്രയും നിങ്ങൾക്ക് അറിയാമെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് തിയറംസിൻ്റെ എല്ലാം ഇക്വേഷൻസ് എഴുതാൻ പറ്റത്തുള്ളൂ. ഓക്കെ, തിയറംസ് എല്ലാം വരുന്നത് കെ വി എല്ലോ കെ സി എല്ലോ ഇക്വേഷൻസ് എവിടെയെങ്കിലും എഴുതേണ്ടി വരും. സോ ആ സമയത്ത് നമുക്ക് ഏത് രീതിയിലാണ് ഇക്വേഷൻസ് എഴുതേണ്ടതെന്ന് മനസ്സിലാക്കാനാണ് ഞാൻ മെഷ് ഇക്വേഷൻസിൻ്റെ തന്നെ ഏതൊക്കെ ടൈപ്സ് വരും എന്നുള്ളത് മാത്രമായിട്ട് എഴുതുന്നത്. അടുത്തത് നോഡൽ അനാലിസിസ് വരുമ്പോഴും ഇക്വേഷൻസിൽ എന്താണ് വ്യത്യാസം വരുന്നതെന്ന് പറയുന്നത്. Okay, have a nice day. Do subscribe the channel and share it with your friends.